ഞാൻ അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുകയും ആളുകളോട് സംവേദിക്കുകയും ഏറ്റവും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. കോമഡി പറയുന്ന ആളെന്ന് പറയുന്നത് എനിക്ക് പ്രതിഫലമായി പണം തന്നുകൊണ്ട് കോമഡി പറയാൻ വേണ്ടി വിളിച്ച വേദികളിലോ പരിപാടികളിലോ ആണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഞാൻ പോയി കോമഡി പറയാതെ സിദ്ധാന്തം പറയാൻ നിന്നാലോ ഒന്നും നടക്കില്ല. എനിക്ക് പ്രതിഫലമായി പണം തന്നിട്ട് നിങ്ങൾ അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഞങ്ങളെ ചിരിപ്പിക്കണം എന്ന് പറയുന്ന പരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദികളിൽ എന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്ന ആളാണ് വിചാരിക്കുന്നത്. എന്നെ വ്യക്തിപരമായി എന്നെ കാണാനും അല്ലെങ്കിൽ അല്ലാത്ത വേദികളിൽ എന്നോട് സംവേദിക്കാനുമുള്ള അവസരം ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. അതോടൊപ്പം തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഈ പാലക്കാടിനെ പോലുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ ഈ LDF ഇപ്പോൾ പറയുന്നത് ഈ മത്സരം BJP കളത്തിലില്ല, LDFും UDFും തമ്മിലാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പ്രതീതി സൃഷ്ടിച്ച് വോട്ട് പിടിക്കുകയാണ് LDF ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ UDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താ? ഇതൊരു ഉത്തരം പറയേണ്ട ചോദ്യമേ അല്ല. UDFും BJPയും തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നതെന്നുള്ളത് വളരെ പ്രകടമായ ഒരു സത്യമാണ്. നമ്മൾ അതുകൊണ്ട് അതിലൊരു ചോദ്യത്തിൻ്റെതായ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രമേശ് പിഷാരടി ഈ ഒരുപാട് കോമഡി പറയുന്ന ആളാണ്, അതോടൊപ്പം തന്നെ ഭയങ്കര സൈദ്ധാന്തികമായി സംസാരിക്കുന്ന ഒരാളാണ്. ഈ അതായത് ഇപ്പോൾ ഈ TV ഷോകളിലൊക്കെ ഭയങ്കര കൗണ്ടർ അടിച്ച് കോമഡി പറയുന്നു, വേറെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഭയങ്കര ഫിലോസഫിക്കലായി സംസാരിക്കുന്നു. ഈ രണ്ടും എങ്ങനെയാണ് ഒരുപോലെ കൊണ്ടുപോകുന്നത്? ഞാൻ അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുകയും ആളുകളോട് സംവേദിക്കുകയും ഏറ്റവും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. കോമഡി പറയുന്ന ആളെന്ന് പറയുന്നത് എനിക്ക് പ്രതിഫലമായി പണം തന്നുകൊണ്ട് കോമഡി പറയാൻ വേണ്ടി വിളിച്ച വേദികളിലോ പരിപാടികളിലോ ആണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഞാൻ പോയി കോമഡി പറയാതെ സിദ്ധാന്തം പറയാൻ നിന്നാലോ ഒന്നും നടക്കില്ല. എനിക്ക് പ്രതിഫലമായി പണം തന്നിട്ട് നിങ്ങൾ അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഞങ്ങളെ ചിരിപ്പിക്കണം എന്ന് പറയുന്ന പരിപാടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദികളിൽ എന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്ന ആളാണ് വിചാരിക്കുന്നത്. എന്നെ വ്യക്തിപരമായി എന്നെ കാണാനും അല്ലെങ്കിൽ അല്ലാത്ത വേദികളിൽ എന്നോട് സംവേദിക്കാനുമുള്ള അവസരം ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പല ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനൊക്കെ സംസാരിക്കുമ്പോൾ ചില ആൾക്കാരെന്ന് പറയും എനിക്ക് വലിയ വിഷമം, നിങ്ങൾക്ക് ഇത്തരം ബുദ്ധി ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ മുഖത്ത് നോക്കി പറയുന്നേ. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സംസാരിക്കുന്ന കണ്ടിട്ട് ഒരാൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞാണ്, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഉടനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, ചേട്ടൻ എന്നെ കാണുന്നത് ഈ സ്ഥലത്തല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ്. ഇന്നലെ ഞാൻ കേട്ടോ ഒരു 3 ആളുകൾ കൂടി നിന്ന് സംസാരിക്കുന്നു. അവർ പിഷാരടി കോമഡി മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായി മറുപടി പറയാനൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. അവർ ഒരുപക്ഷെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഒന്നും കാണാത്ത ആളുകളായിരിക്കാം. അല്ല, അതാ പറഞ്ഞത്, മാധ്യമങ്ങൾ എന്നോട് ചോദിക്കുന്നത് അവർ കണ്ടിട്ടില്ലല്ലോ. എന്നെ അവർ കാണുന്നത് എൻ്റർടൈൻമെൻറ്റിൻ്റെ സെക്ടറിലാണ്, ഒരു സീരിയസ് പൊളിറ്റിക്കൽ സെക്ടറിൽ അവരെന്നെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും അത്. ഇപ്പോൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പാലക്കാടിന് എന്ത് കൊടുക്കും എന്നുള്ളതാണ് ഒരു പ്രധാന വാഗ്ദാനമായി വെക്കുന്നത്. അതങ്ങനെ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ഇന്നത് കൊടുക്കും എന്നുള്ളതല്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രാഥമികമായി ജനങ്ങളുടെ ഈ മാനസികമായ സന്തോഷത്തിനും ശാരീരികമായ ആരോഗ്യത്തിനും വലിയൊരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. വികസനം എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. ഞാൻ അഡീഷണൽ ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ പറയുന്നത്. പാലക്കാടിൻ്റെ സമഗ്രമായ വികസനത്തിനും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കിയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം. അതൊക്കെ അതിൻ്റെ ഒപ്പം വലിയ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ. ശാരീരികമായ ആരോഗ്യം, മാനസികമായ സന്തോഷം, ഇതെല്ലാം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ ആരോഗ്യ മേഖല, നമ്മളുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ഒരു ലഹരിയുടെ അളവ്, ക്രൈമിൻ്റെ അളവ്, നമ്മൾ മനുഷ്യനാണ് മാനദണ്ഡം എന്നാണല്ലോ പറയുന്നത്. അപ്പം മനുഷ്യ ജീവനും മനുഷ്യൻ്റെ സ്വത്തിനും മനുഷ്യരുടെക്കും വലിയ വില കൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ആരോഗ്യ രംഗത്തെ വികസനം, വലിയ ഹോസ്പിറ്റലുകളെ കുറിച്ചൊക്കെ പറയും. ഈ മാനസിക സന്തോഷം അത് ഒരു ജനപ്രതിനിധിക്ക് അവിടുത്തെ ആളുകൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക? മാനസിക സന്തോഷം എന്ന് പറയുന്നത് ആളുകൾ പെട്ടെന്ന് ഒറ്റവാക്കിൽ ഹാപ്പിനെസ് ആയിട്ട് വിചാരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, നല്ലൊരു പെരുമാറ്റം, നല്ലൊരു ചിരി പോലും മാനസിക സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മൾ ഒരാൾ നോക്കി സ്നേഹത്തോടൊന്ന് ചിരിച്ചാൽ മതി. അയാൾ പറയുന്നത് നമ്മൾ അനുഭാവപൂർവ്വം ഒന്ന് കേട്ടാൽ മതി. അയാളുടെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി എന്ന് അയാൾക്ക് മനസ്സിലായാൽ മതി. അയാളൊരു പ്രശ്നം പറയുമ്പോൾ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന ഇടം തൊട്ട് നമുക്ക് മാനസിക സന്തോഷം കൊടുത്തു തുടങ്ങാൻ പറ്റും. പിന്നെ അതിന് ഇന്നത്തെ നമ്മുടെ സൈക്കോളജി, സൈക്കാട്രി എന്ന് പറയുന്ന ഏരിയ ഉൾപ്പെടെ തൊട്ട് പിന്നെ നമ്മൾ കേൾക്കുന്ന നെഗറ്റീവിൻ്റെ ഒരു ആധിക്യം. എല്ലാ ദിവസവും നമ്മൾ വലിയ കൊലകളുടെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ.
അതിലെന്താണ് കാരണം? ലഹരി പടർന്ന് പിടിക്കുന്നു. നമ്മൾ ഏത് കേസെടുത്താലും അവസാനം ആൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തീരുന്ന അവസ്ഥകളുണ്ട്. അതിനൊക്കെതിരെ ലഹരിയൊക്കെ പിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മമ്മൂക്കയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഈ മമ്മൂക്കയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ പ്രചരണത്തിന് വേണ്ടി വരുമോ? ആരെയും നിർബന്ധിക്കില്ല. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നു പറയുന്നതൊക്കെ ഉണ്ട്. അതിൽ ചിലരൊക്കെ സ്നേഹം കൊണ്ട് ഉണ്ട് എന്നുള്ളതിനപ്പുറം ആരെയും അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവരില്ല. ഈ മമ്മൂക്കായുടെ ഒരു രാഷ്ട്രീയം ഒരു ഇടത് രാഷ്ട്രീയമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാകും. ഈ രാഷ്ട്രീയം നിങ്ങൾ അങ്ങനെ സംസാരിക്കാറുണ്ടോ? മമ്മൂക്കയുടെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. മമ്മൂക്കയുടെ എന്നല്ല, കേരളത്തിനൊരു ഇടത് മനസ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലെന്ന് പറയുന്നില്ല. കേരള സംസ്ഥാനം അത്തരത്തിലുള്ള ഒരു മനസ്സുള്ളതാണ്. ഈ ഇടത് ചിന്തയും കമ്മ്യൂണിസ്റ്റ് ചിന്തയും രണ്ടാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് ചിന്ത ഇടത് ചിന്തയാണെന്നേ ഉള്ളൂ. ഇടത് മനസ്സൊക്കെ ഉണ്ട്. അത് വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് പറ്റണം. ഞങ്ങളിത് വളരെ ആരോഗ്യപരമായി രാഷ്ട്രീയം സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ രാഹുൽ ഇവിടുന്ന് ഈ മത്സരിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ ഒരു വിവാദം, അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അതിനെക്കുറിച്ചുള്ള എൻ്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ പറയുന്ന പോലെ ഒരേ കാര്യം പലതവണ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ബോറടിക്കും. അതുകൊണ്ട് ആദ്യത്തെ പത്രസമ്മേളനം കണ്ട് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക. അപ്പോൾ എന്തായാലും ഈ രമേശ് പിഷാരടി ഈ ശക്തമായി തന്നെ പ്രചരണ രംഗത്തുണ്ട്. വളരെ വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലുള്ളത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.